ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ക്ലീനിങ്ങിനെ സംബന്ധിച്ച് കുറച്ച് ടിപ്സൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എല്ലാവരും. ആദ്യമേ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ സിങ്കിൽ. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം കഴുകി വെച്ചു. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ആ ഒരു ബർണറും സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് കഴുകാനിട്ടു. പിന്നെ ഈ തട്ടിയിലാണ് മസാല ബോക്സും പിന്നെ മിക്സിയുടെ ജാറും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കൊണ്ട് അതിൻ്റെ അടിയിൽ പൊടികളൊക്കെ വീണിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ അതൊക്കെ നല്ല രീതിക്കൊന്ന് തുടച്ചെടുത്തിട്ടോ. ആകെ ഈ ഒരു തട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നില്ലേ ഈ ഫ്രൂട്ട്സിലൊക്കെ വന്നിരിക്കുന്ന ചെറിയൊരു ഈച്ചയില്ലേ, നിങ്ങൾ കണ്ണീച്ച പൊന്നീച്ച അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ആ ഒരു ഈച്ച പോകാനായിട്ട് എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മറ്റേ കൊതുകിനെ ഓടിക്കുന്നൊരു തിരി ഉണ്ടല്ലോ, ഇങ്ങനെ ചന്ദനത്തിരി പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് കത്തിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ശല്യം ഒന്ന് കുറഞ്ഞിട്ട്. അപ്പോൾ തണുപ്പായപ്പോൾ നല്ല രീതിക്ക് ഈ ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒരു സാധനം ഇങ്ങനെ തണുപ്പ് സമയത്ത് എപ്പോഴും ഇങ്ങനെ ഇവിടെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാമെന്ന്. ഞാൻ ഗ്യാസ് സ്റ്റൗവും പിന്നെ അതേപോലെ തന്നെ ടൈലൊക്കെ ഒന്ന് വൃത്തിയാക്കാനത് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് സോപ്പ് പൊടിയും പിന്നെ അതിലേക്ക് സോഡാപ്പൊടിയില്ലേ അത് ഇട്ട് കൊടുക്കും കേട്ടോ. അത്യാവശ്യം ഇട്ട് കൊടുക്കും. എന്നിട്ട് വിനീഗറും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതേപോലെ കണ്ടോ ഒന്ന് പൊങ്ങി വരും കേട്ടോ നല്ല രീതിക്ക്. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊങ്ങി പതഞ്ഞ് വരണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഗ്യാസ് സ്റ്റൗവും അതേപോലെ തന്നെ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ ഇല്ലത് ഇതേപോലെ ഈ കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെറിയ ചെറിയ ആ വെള്ളത്തിൻ്റെ പാടുകൾ നല്ല രീതിക്ക് പിടിച്ചിരിക്കും കേട്ടോ. കാരണം ഇവിടുത്തെ വെള്ളത്തിന് ഭയങ്കര ഉപ്പ് രസം ഉണ്ട് കേട്ടോ. ഈ ബോർവെൽ വാട്ടറാണ്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇതുപോലെ കരി കത്തിച്ച ഒരു കരിയില്ലേ അതൊക്കെ ഇട്ട് കഴുകട്ടെ. എന്നാലും ഈ സാധനം വരും എന്തൊക്കെ വന്നാലും. പക്ഷേ ഇതൊക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ കിച്ചൻ്റെ സിങ്കും അതേപോലെ തന്നെ പൈപ്പും അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടോട്ടോ. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്യാസ് സ്റ്റൗവ് അതിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ നല്ല വെട്ടി തിളങ്ങോട്ടോ. ഇതുകൊണ്ട് നമ്മൾ ഉരച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുത്താൽ അതേപോലെ തന്നെ ടൈലും അതേ കേട്ടോ നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇട്ട് ഉരച്ച് ഇതാക്കിയതിന് ശേഷം ആദ്യം ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒന്ന് തുടച്ചെടുത്താൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ, വർക്കൗട്ട് ആണെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഈ ഒരു ഗ്ലാസിൻ്റെ പോലത്തെ സ്റ്റൗവിലല്ലാണ്ട് മറ്റേ സ്റ്റീലോ അങ്ങനത്തെ മെറ്റീരിയലില്ലേ അതിലും നല്ല ക്ലീനായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിലാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ എല്ലാതും തിരിച്ചു വെച്ചിട്ടോ. ബർണർ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാനത് ക്ലീൻ ചെയ്തിട്ടില്ല. ബർണറും ആ ഒരു സംഭവമൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് ഞാൻ ക്ലീൻ ചെയ്തിട്ട് അതായത് ഗ്യാസ് സ്റ്റവ് ഫുൾ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ അതേ ബാക്കിലിരിക്കുന്ന ആ ഒരു സംഭവങ്ങളില്ലേ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവിടുത്തെ ഭിത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ അടുത്തൊന്ന് മാറ്റാണ് കേട്ടോ. പിന്നെ ഇല്ലേ ഈ ഒരു സംഭവം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ വല്ല അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വിരലിൻ്റെ തുമ്പത്തിൽ ഇങ്ങനെ തോലിയൊക്കെ ഇങ്ങനെ പൊളിയൂലേ, അങ്ങനെ പൊളിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലൊരു ഗ്ലൗസോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം അത് ഉപയോഗിക്കാണ്ടിരുന്നു. കാരണം കയ്യിൽ തൊലി പോകാൻ ചാൻസ് ഉണ്ട്. എനിക്ക് പോവാറുണ്ട്, ആദ്യമൊക്കെ പോയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ചില സോപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ പോവില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര പെയിനായിരിക്കും അത്. അപ്പോൾ അങ്ങനെ അലർജി ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. അപ്പോൾ ഈ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ഉരച്ചിട്ട് വന്നിട്ട് അതേപോലെ ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് ഒരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ക്ലീനാക്കി ഫുള്ള് ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ ഭാഗങ്ങളാട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. താഴത്തെ സ്ലാബും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരു സോപ്പിൻ്റെ ഒരു ഇതില്ലേ മിക്സ്, അതിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ല ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മതിലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭിത്തി, ആ ഒരു ടൈലും കാര്യങ്ങളൊക്കെ ഉരച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചില രീതിക്ക് തന്നെ ഗ്ലോ വന്നിട്ടുണ്ട്. പിന്നെ മിക്സിയും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സി ഓൾറെഡി ക്ലീൻ ആയിരുന്നു, പക്ഷെ എന്നാലും ഞാൻ കൈയൊക്കെ തൊട്ടിട്ടൊന്ന് വെള്ളമൊക്കെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അങ്ങനെ സ്ലാബും കാര്യങ്ങളൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ചെറിയൊരു ഏരിയ ഉള്ളു കിച്ചൺ. അപ്പോൾ നേരെ സിങ്കാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത്. ലാസ്റ്റുള്ള ആ ഒരു പൊടി ഇതില്ലേ സോപ്പിൻ്റെ ഒരു മിക്സ്, അതും പിന്നെ കുറച്ച് സോപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് സിങ്കൊക്കെ നല്ല രീതിക്കൊന്ന് തേച്ചൊരച്ച് കഴുകിയെടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞും നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ കിച്ചൺ ഫുള്ള്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യൽ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാമെന്നുള്ളത് കണ്ടോ. നല്ല രീതിക്ക് കണ്ടോ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലേക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല വർക്കിംഗ് ആണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ടിപ്സും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.